സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി സിനിമകളാണ് 2026-ൽ പുറത്തിറങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നത്. പല പാൻ ഇന്ത്യൻ സിനിമകളും 2026-ൽ ബോക്സ് ഓഫീസ് പിടിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോഴിതാ 2026-ൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകൾ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് IMDb. ആദ്യ 20 സ്ഥാനങ്ങൾ ഉള്ള സിനിമകൾ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മലയാളം സിനിമ മാത്രമാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. സിദ്ധാർത്ഥ് ആനന്ദ് ഒരുക്കി ഷാരൂഖ് ഖാൻ നായകനായി എത്തുന്ന കിങ് ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. ചിത്രത്തിൽ ദീപിക പദുകോണും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സുജയ് ഘോഷും സിദ്ധാർത്ഥ് ആനന്ദ് എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കിയ സിനിമയിൽ സുഹാന ഖാൻ, അഭിഷേക് ബച്ചൻ, അഭയ് വർമ്മ എന്നിവരും പ്രധാന വേഷത്തിലെത്തും. വില്ലൻ വേഷത്തിലാണ് അഭിഷേക് ബച്ചൻ എത്തുന്നത്. വലിയ ബഡ്ജറ്റിൽ ഒരു ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷയാണുള്ളത്. വമ്പൻ ബഡ്ജറ്റിൽ നിതീഷ് തിവാരി ഒരുക്കുന്ന രാമായണയാണ് രണ്ടാം സ്ഥാനത്ത്. രൺബീർ കപൂർ, സായി പല്ലവി, യഷ് എന്നിവരാണ് സിനിമയുടെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന രാമായണ ആദ്യ ഭാഗം 2026 ദീപാവലി റിലീസാകും. രണ്ടാം ഭാഗം 2027 ദീപാവലിക്കാണ് റിലീസ് ചെയ്യുന്നത്. ഇവർക്ക് പുറമെ സണ്ണി ഡിയോലും ഹനുമാനായും, ലാറ ദത്ത, രാഹുൽ പ്രീതി സിംഗ് യഥാക്രമം കൈകേയും ശോഭ്രണയായും അഭിനയിക്കും. 835 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് റിപ്പോർട്ട്. വിജയ് ചിത്രം ജനനായകൻ മൂന്നാം സ്ഥാനം നേടിയപ്പോൾ സന്ദീപ് റെഡ്ഡി വാങ്ക പ്രഭാസ് ചിത്രം സ്പിരിറ്റ് നാലാം സ്ഥാനം കൈയടക്കി. ഗീതു മോഹൻ ദാസ് ഒരുക്കുന്ന യഷ് നായകനായി എത്തുന്ന ടോക്സിക്കാണ് അഞ്ചാം സ്ഥാനത്തുള്ളത്. മാർച്ച് 19-നാണ് ടോക്സിക് തിയേറ്ററിലെത്തുന്നത്. സിനിമ ഒരേ സമയം കന്നഡയിലും ഇംഗ്ലീഷിലുമാണ് ഒരുങ്ങുന്നത്. ടോക്സിക് പറയുന്ന കഥയ്ക്ക് ആഗോള സ്വഭാവമുള്ള ഒരു പാൻ ഇന്ത്യൻ വേൾഡ് സിനിമയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിനാലാണ് കന്നഡയിലും ഇംഗ്ലീഷിലും ഒരേ സമയം ചിത്രീകരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. സൽമാൻ ഖാൻ ബാറ്റിൽ ഓഫ് ഗാൽവനാണ് ആറാം സ്ഥാനത്ത് നേടിയിരിക്കുന്നത്. 2020 ജൂണിൽ ഗാൽവർ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. യഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സൽ ചിത്രമായ ആൽഫയാണ് ഏഴാം സ്ഥാനത്ത്. ചിത്രത്തിൽ ഏപ്രിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. ആലിയ ഭട്ടും ശർവരിയുമാണ് സിനിമയുടെ പ്രധാന അഭിനേതാക്കൾ. ദുരന്തൻ 2, ബോർഡർ 2 എന്നിവയും 8ഉം 9ഉം സ്ഥാനങ്ങളിലുള്ളത്. പ്രദീപ് രംഗനാഥൻ ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് 10ാം സ്ഥാനം നേടിയിരിക്കുന്നത്. വിഘ്നേഷ് ശിവൻ ഒരുക്കുന്ന സിനിമ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങും. ആധിപത്യത്തിൽ മലയാളം സിനിമകൾക്കൊന്നും ഇടം പിടിക്കാനായില്ല. പ്രവാസ് ചിത്രം ഫൗസി, നാനയുടെ ദ പാരഡൈസ്, രാം ചരൺ ചിത്രം ഫ്രെഡി, ജൂനിയർ എൻടിആർ പ്രശാന്ത് നീൽ കോംബോയിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം ലവ് ആൻഡ് വാർ, ഭൂത് ബംഗ്ലാവ്, രാഘവ് ലോറൻസ്, നിവിൻ പോളിയുടെ ബെൻസ്, ശക്തിശാലിനി, പാട്രിയറ്റ്, ഓ റോമിയോ എന്നിവയാണ് യഥാക്രമം 11 മുതൽ 20 വരെയുള്ള സിനിമകൾ. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 3 ലിസ്റ്റിൽ ഇടം നേടാനായില്ല.